കാലങ്ങളായി സ്വരൂപിച്ചു വെച്ച നാണയത്തുട്ടുകൾ കാരണം കുറ്റി നിറഞ്ഞപ്പോൾ അത് പൊട്ടിച്ച് അങ്ങാടിയിലേക്ക് കുടുംബത്തിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. കുറച്ച് മിഠായിയും പലഹാരങ്ങളും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി ബാക്കി നാണയത്തുട്ടുകൾ തൻ്റെ 2 പോക്കറ്റിൽ നിക്ഷേപിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് കാലങ്ങളായി അവൻ കരുതുന്ന ഒരു മോഹമുണ്ട്. ആ വഴിയിൽ 14 നിലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൊന്ന് പോകണം. ജോലിക്കാരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ ഏറ്റവും മുകളിൽ ടെറസിൽ അവൻ സ്ഥാനം പിടിച്ചു. ചുറ്റുഭാഗം ഭയങ്കര ഭംഗിയാണ്. ആസ്വദിച്ച് കുറച്ചു നേരം ഒരു ഭാഗത്തിങ്ങനെ ഇരുന്നു. മെല്ലെ മയങ്ങിപ്പോയി. കണ്ണ് തുറന്നു നോക്കുമ്പോൾ സന്ധ്യയാവാറായിട്ടുണ്ട്. അവൻ വന്ന വഴിയിലേക്ക് തിരിച്ചു നടന്നപ്പോൾ അതെല്ലാം ബന്ധിച്ചിരിക്കുന്നു. താഴെ നോക്കുമ്പോൾ ഉറുമ്പുകളെപ്പോലെയായിരിക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത്. എന്നാലും മുഴുവൻ ശബ്ദവും എടുത്ത് വിളിച്ച് കൂവി നോക്കി. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൻ്റെ എല്ലാ ശബ്ദവും അവൻ ഉപയോഗിച്ചു. ഫലമുണ്ടായില്ല. അവസാനം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് എടുത്ത് താഴേക്കിട്ടു. മിഠായികൾ എറിഞ്ഞു, നാണയത്തുട്ടുകൾ എറിഞ്ഞു. എല്ലാം കിട്ടിയവർ അത് പെറുക്കിപ്പോയല്ലാതെ ഇത് എവിടുന്ന് വരുന്നു എന്ന് അവരാരും ശ്രദ്ധിച്ചില്ല. സഹികെട്ട് നിരാശനായി ടെറസിൻ്റെ ഒരു ഭാഗത്തിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് മെറ്റൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ കല്ലെടുത്ത് താഴേക്കിങ്ങനെ എറിഞ്ഞു. അത് ചില ആളുകളുടെ ശരീരത്തിൽ കൊണ്ടു അവർക്ക് വേദനിച്ചു. അപ്പോഴാണ് അവർ മുകളിലേക്ക് നോക്കുന്നത്. എവിടെ നിന്നാണ് ഈ കല്ലുകൾ വരുന്നത്? സ്വന്തം ശരീരത്തിന് വേദനയാകുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ഉത്ഭവം തേടി ആ പയ്യനെ രക്ഷിച്ചു. ഇത് ഒരു മനുഷ്യൻ്റെ നേർചിത്രമാണ്. പരിശുദ്ധ ഖുർആനടക്കം 104 ഗ്രന്ഥങ്ങളിലൂടെ, വിശുദ്ധ ഹദീസുകളിലൂടെ നമ്മെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. കണ്ണും കാതും മൂക്കും നാക്കും നടക്കാനും ചിരിക്കാനും സംസാരിക്കാനുമുള്ള കഴിവുകളും അള്ളാഹുവിൻ്റെ നിഅ്മത്തുകൾ ധാരാളം തന്നു. അവിടെയും സൃഷ്ടാവിനെ അന്വേഷിച്ചില്ല. വേദനകൾ അത് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം തന്നെയാണ്. പക്ഷേ വേദനകൾ മാത്രമാകരുത് നമ്മുടെ മാർഗം. എത്രത്തോളം നിങ്ങൾ ശുക്ർ ചെയ്യുന്നുണ്ടോ, നന്ദി ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദികേട് കാണിക്കുന്ന വർഗമായി മാറാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ ശിക്ഷ അതികഠിനമാണ്.